ചിക്കൻ പാർട്സ് വേറെയുണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ പൊരിച്ചതുണ്ട്, മട്ടൺ തല റെഡി ആയിട്ടുണ്ട്, മട്ടൺ ലിവർ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ പാർട്സ് അത് വേറൊരു സവിശേഷതയാണ് നമ്മൾ നാച്ചുറൽ ഹോട്ടലിൽ. ആ പരിപാടി കുറച്ച് മതി മതി ഒട്ടപ്പയ ഇതാ. അതായത് മുതലാളിന്റെ വീട്ടിൽ നേരിട്ട് കൊണ്ടുവരുന്ന സാധനമാണ്. നമുക്ക് പറഞ്ഞിട്ട് ഒരു ആട്ടുതല പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ നമ്മള് ഇതിപ്പോ വരും. അത്രയൊക്കെ തിരക്കാണ് ഇവർക്ക്, നമ്മളെ നോക്കാനൊന്നും സൗകര്യമില്ല. എന്നാല വന്ന് ചെമ്മീൻ ഓക്കെ. ഓ അറിയാതെ കണ്ണൊന്ന് ചെമ്മീൻ പോയതാ. ചെമ്മീൻ നോക്കാം, ചെമ്മീൻ പോയ. ഓ തലശ്ശേരിയുടെ രുചി പെരുമ മാലോകരെ അറിയിച്ച ഒരു ഹോട്ടലാണ് തലശ്ശേരി കോർണർ റോഡിലുള്ള ഈ ഹോട്ടൽ. അറിയാത്തവരില്ല, അത്രയും പ്രസിദ്ധമായ ഒരു ഹോട്ടലാണ്. ഇതിന്റെ സ്പെഷ്യൽ ഐറ്റംസ്, അതായത് ആട്ടിൻ തല, ആട്ടിൻ കരള്, ആവോലി പൊരിച്ചത്, അയക്കൂറ പൊരിച്ചത്, പിന്നെ പെരിയ പുഴ മത്സ്യം, ഇങ്ങനെ നിരവധി രുചി സമൃദ്ധമായ ഒരു സദ്യ നിങ്ങൾക്ക് ഇവിടുന്ന് ഊണ് കഴിച്ചിട്ട് പോകാം. അയില ഇപ്പോഴ് അയിലയാണ് പൊരിക്കുന്നത്. പിന്നെ മട്ടൺ തല റെഡി ആയിട്ടുണ്ട്, മട്ടൺ ലിവർ റെഡി ആയിട്ടുണ്ട്, പിന്നെ ചിക്കൻ പാർട്സ് വേറെയുണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ പൊരിച്ചതുണ്ട്, പിന്നെ ഇത് ചിക്കൻ. ഇതെന്തുവാ? ചിക്കൻ പാർട്സ് അത് വേറൊരു സവിശേഷതയാണ് നമ്മൾ നാച്ചുറൽ ഹോട്ടലിൽ. ഇല്ലാത്ത വിഭവങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്, എല്ലാം ഇവിടെ ഉണ്ട്. അത് ആട്ടും തന്നെയുണ്ട്, അതിന്റെ സാരഥിയാണ് ഈ നിൽക്കുന്നത്. നമ്മളെ ഏറ്റവും ഓക്കെ ഇത് പുഴമീൻ്റെ ഒരു വലിയ പോർഷൻ. പിന്നെ ഞണ്ട് കഴിക്കാൻ പോകാം. ഊണ് ലൈറ്റ് വന്നു കഴിഞ്ഞു. ചൂടാണ് കേട്ടോ, ചൂടായിട്ട് എന്ത് വിളമ്പാറുള്ളൂ. ആ പരിപ്പ് കുറച്ച് മതി. ഇത് പരിപ്പ് കറി. മീൻ എന്താ? മീൻ മതി. ഇത് മീൻ. ഇത് നമ്മളെ ഇതെന്താ പറയാ, ഒട്ടപ്പയർ. ഇതോ ആണോ? പറഞ്ഞു കണ്ടോ, അതായത് മുതലാളിന്റെ വീട്ടിൽ നേരിട്ട് കൊണ്ടുവരുന്ന സാധനമാണ്. അച്ചാർ അത് നാടൻ, എല്ലാം നാടനാണ് അല്ലേ? നമുക്ക് പറഞ്ഞിട്ട് ഒരു ആട്ടുതല പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചെമ്മീൻ, പിന്നെ ഇവിടെ ഒന്ന് മൈക്ക് കൊടുക്ക. അപ്പൊ ഇത് പച്ചടി എന്ന് പറഞ്ഞ ഗംഭീര സാധനം കേട്ടോ. അപ്പൊ മീൻ കറിയാണ് ഇത്. അയിലക്കറിയാണെന്നൊരു സംശയമുണ്ട് കേട്ടോ. എല്ലാം രുചികരാണ് സാർ. പ്രത്യേകിച്ച് പറയാനില്ല, അത്രയും നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പച്ചടിയുടെ ആ ഒരു ശരിയായ ഒറിജിനൽ റിയൽ ഇക്വേറ്റ് പറഞ്ഞല്ലോ. മുതലാളിന്റെ വീട്ടിൽ നിന്നാണ് കോട്ടപ്പേർ കൊണ്ടുവരുന്നത്. പിന്നെ നെല്ലിക്ക മുതലാളിന്റെ വീട്ടിൽ നിന്ന് വറുത്ത നെല്ലിക്കന്റെ അച്ചാറാണ്. വെരി ഗുഡ്. പച്ചക്കറിയെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഒരു ചെമ്മീനും പറഞ്ഞു. ആട്ടുനിലയും ചെമ്മീനും വേണ്ടി വെയിറ്റ് ചെയ്യാൻ നമ്മള് ഇതിപ്പോ വരും. അത്രയൊക്കെ തിരക്കാണ് ഇവർക്ക്, നമ്മളെ നോക്കാനൊന്നും സൗകര്യമില്ല, സമയമില്ല. ഒരു കൊണ്ട ആട്ടും തല വന്ന് ചെമ്മീൻ ഓക്കെ. രണ്ട് പന്ത് ഇതാ ഒന്ന് നോക്കാല്ലേ? ഓഹോ സാർ, ഇതിനെ കുറിച്ച് പറയാൻ പാടില്ല. ആട്ടും തല തന്നെ അത് കറലായി പോവോ? അറിയാതെ കണ്ണൊന്ന് ചെമ്മി പോയതാ ഈ രുചി കൊണ്ട്. മനഃപൂർവ്വമല്ല കേട്ടോ, അതാണ് അതിന്റെ പെരുമ. ചെമ്മീൻ നോക്കാം, ചെമ്മീൻ പോയി
ഓ ഡെലീഷ്യസ് എന്ന് ഇംഗ്ലീഷ് വാക്ക് പറയാം. ഒരു ചെമ്മീനും കൂടി നോക്കട്ടെ. ഓ ഗ്രേറ്റ്. യൂമി എന്ന് പറയാം. എരിവുണ്ട് എരിവുണ്ട് എരിവ്. ചില ചെമ്മീൻ നമ്മൾ ഫ്രൈ പറഞ്ഞാൽ ഈ ഒരു തല കാണില്ല ചെമ്മീൻ. ഇവിടെ തല റെഡിയായിട്ട് 2 പ്ലേറ്റ് കൂടെ കൊടുത്താൽ. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു സഹൃദയ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ കോഴിക്കോട് നല്ല വരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോട്ടലിനെ കുറിച്ച് ഇതിന്റെ രുചിപ്പെരുമയെ കുറിച്ച് എങ്ങനെ അധികം നമ്മൾ ചോദിക്കുക? അപ്പൊ നമ്മൾ പറഞ്ഞു കോഴിക്കോട് വരെ ഇതിന്റെ കീർത്തി വ്യാപിച്ചു കഴിഞ്ഞു, കോഴിക്കോടിനപ്പുറവും. അതുകൊണ്ട് ആളുകൾ തേടി വരുന്നത്. നമ്മൾ കോഴിക്കോട് നിന്ന് വരുമല്ലേ. ഓ അതുകൊണ്ട് തന്നെ രുചി എവിടെയുണ്ടോ അവിടെ നിന്ന് ആളുകൾ വരും സാർ. അത് സംശയമില്ലാത്ത കാര്യം. അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു. തീർച്ചയായും വീണ്ടും വരും. ഓ എന്തായാലും വരും, നല്ല അടിപൊളിയാണ്. എപ്പോഴും വരാറുണ്ടോ? ഇല്ല, ഞങ്ങളും ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങളിവിടെ 2ാമത് തവണയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞിനിപ്പം 5 മാസമായി. കുഞ്ഞ് വയറ്റിലുണ്ടായിരുന്ന ഒരു 6 മാസമായപ്പോൾ ഞങ്ങളിവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. മീൻ വിഭവങ്ങൾ ഇവിടുത്തെ വളരെ നല്ലതാണ്. വൈഫിനും വളരെ ഇഷ്ടമാണ് അല്ലേ? അതുകൊണ്ട് എങ്ങനെ സ്ഥിരമായി വരുന്നത് അല്ലേ? രുചി അല്ലേ? നമ്മള് കാലങ്ങളായിട്ട് ഇടുന്ന് കഴിക്കുന്നതാണ്. കാലങ്ങളായിട്ട് പിടുത്തം വിട്ട ഫുഡായിട്ട്. മീൻ വറുത്തതിനെ പറ്റി പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, കഴിച്ചോക്ക, വേറെ പറയാനൊന്നുമില്ല. കഴിച്ചോക്ക എങ്ങനെയുണ്ട് ഓരോ മീൻ വറുത്ത, പിടുത്തം വിട്ട മീൻ. ഒരു ഉച്ചക്ക് 12:30 മണിക്ക് ഇടുന്ന് വന്നു കഴിഞ്ഞാല് വയറും മനസ്സും നിറച്ചിട്ട് നമ്മളിവിടെ അടുത്താണ്. എന്റെ പേര് ഫാറൂഖ്, ഉമർ ഫാറൂഖ്. ഫ്രണ്ടാണോ? കാലാകാലമായിട്ട് ഇടുന്ന് കഴിക്കുന്ന ഒരു മീനിന്റെ എന്താ പറയേണ്ടത്, ഒരു ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഇവിടെ വരും. ഇടുന്ന മീൻ ഇന്ന് വാങ്ങിച്ചത് മീൻ തലയാണ്. ഓരോ ദിവസം ഓരോ ദിവസമൊന്നും വരില്ല. എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ഇടയ്ക്ക് ഒരു ഓർമ്മയിൽ അധികം ഞായറാഴ്ചകളിലൊക്കെ ഇടിയെത്തും, ഇടുന്ന ഭക്ഷണം കഴിക്കും. കുറെ കാലമായിട്ട് അങ്ങനെ ഇഷ്ടമാണ്. ഫിഷോട് ഇഷ്ടമാണ്. തലശ്ശേരിയിൽ ഒരു മീനിന്റെ ഒരു കൂട്ടിയിലൊരു ഭക്ഷണം കിട്ടുന്ന ഒരു നല്ലൊരു സ്ഥാപനം എന്ന നിലയിലാണ് നമ്മളോട്.